ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ, വെജ് സ്റ്റൂ എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിൽ ഉപ്പ് നോർമൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി, അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ, ഒരു കപ്പ് പത്തിരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇതെല്ലാം ആദ്യം മിക്സ് ചെയ്ത് വെച്ച ഉപ്പുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ശേഷം നോർമൽ വെള്ളം കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം. പുട്ടുപൊടിക്ക് കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. നോർമൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പുട്ടുപൊടി കട്ട പോലെ വരുന്നതാണ്. ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കേണ്ടതാണ്. ഒരു പിടിയെടുത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പിടിക്കാൻ പറ്റുന്ന രീതിയിലാകുന്നതുവരെ കുഴച്ചെടുക്കാം. നോക്കൂ, ഇതിപ്പോൾ വലിയ കട്ടകളൊന്നുമില്ലാതെ ചെറിയ തരികൾ ഉള്ളതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു ബൗളിൽ കുറച്ച് നാളികേരം ചിരവിയതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ട് ചൂടാനെടുത്ത തൂക്കിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി വെള്ളം ചൂടാകുമ്പോൾ മിക്സ് ചെയ്ത് വെച്ച നാളികേരം 1.5 ടേബിൾ സ്പൂൺ ആദ്യം പുട്ട് ചൂടാനെടുത്ത കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കുഴച്ചെടുത്ത പുട്ടും പൊടി വീണ്ടും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് മുകളിൽ തേങ്ങയിട്ട് ചൂടായി വരുന്ന പുട്ടും തൂക്കിൻ്റെ മുകളിൽ വെച്ച് ആവി വരുന്നതുവരെ വെക്കാം. പുട്ടിന് ആവി വരുമ്പോൾ 5 മിനിറ്റ് വരെ വെക്കേണ്ടതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. സെക്കൻഡ് ബാച്ചിൽ പുട്ട് ചൂടാനെടുക്കുമ്പോൾ പൊടിക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കയ്യിലൊഴിച്ച് തെളിയിച്ചെടുക്കേണ്ടതാണ്. ഈ രീതിയിൽ കുഴച്ചെടുത്ത് എല്ലാം പുട്ട് ചുട്ടെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.